ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് റേഷനിൽ വെച്ചുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുമന്ന അരി, മട്ട അരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുത്തേക്കുവാണ്. വറുത്തെടുത്തേക്കുവാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരുടെ വീട്ടിലും റേഷനരി കാണും. അന്നേരം 1 കപ്പ് എടുത്ത് പായസം ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ വറുത്തിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുത്തേക്കുവാണ്. വറുത്തിട്ടെടുക്കുമ്പം നമുക്കതിലെ അരിയുടെ ആ സ്മെല്ലൊന്നും അധികം കാണത്തില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വറുത്തെടുത്ത് 1 കപ്പ് അരിയുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ശർക്കര വേണം. ഒരു 400 ഗ്രാം ശർക്കര കാണും. ഈ അരി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് 1 കപ്പ് അരിക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു കുക്കറിലേക്ക് അരിയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഞാനൊരു പാത്രത്തിൽ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് ഒരു 10 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ. അരി നന്നായിട്ട് വെന്തതിന് ശേഷമേ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേവത്തില്ല. നിങ്ങൾ കുക്കർ തുറന്ന് നോക്കണം വെന്തോ ഇല്ലേ. ഇനി ഒന്നുകൂടെ വേവിച്ചതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. നമുക്കൊന്നുകൂടെ അടച്ച് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പം നമ്മുടെ പായസം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ പിന്നെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് 2 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടീസ്പൂണ് ചുക്കും 4 ഏലക്കയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം കൂടെ ചേർക്കാം. ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോഴേ തീ ഓഫ് ചെയ്യണം. പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരാ. അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. താങ്ക് യു.